ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമുക്കൊരു ചെറിയ മോള് റിക്വസ്റ്റ് ചെയ്തതാണ്. ഇതുപോലത്തെ കിങ് ഫിഷർ ബോട്ടിൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ബോട്ടിലൊന്നുമില്ല. അപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആ പറഞ്ഞ ബോട്ടിലിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറവാണെന്നുള്ളൂ, പക്ഷേ ഷേപ്പൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് കളയാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ സ്റ്റിക്കർ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പറഞ്ഞ മറ്റുള്ള ബോട്ടിലുകൾ നിങ്ങൾക്ക് ഇങ്ങനെ പറിക്കാവുന്നതാണെങ്കിൽ പറിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഉരച്ചിട്ട് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഗ്ലൂ ഒക്കെ നന്നായിട്ട് സ്ക്രബ് ഉപയോഗിച്ച് ഉരച്ച് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണം. ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ച് തുടച്ചെടുക്കുക കേട്ടോ. ഗ്ലൂ ഒന്നും നമ്മളുടെ ആ സ്റ്റിക്കറിൻ്റെ ഗ്ലൂ ഒക്കെ തീരെ ഇല്ലാതെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ബോട്ടിൽ റെഡിയാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ കവറുകളാണ്. അപ്പോൾ ഈ കവറ് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കവറുകളും എടുക്കാം. ഇങ്ങനെ ഉള്ളിൽ ഈ ഒരു സിൽവർ കളർ വരുന്ന ടൈപ്പ് ഓഫ് കവറുകളില്ലേ, അപ്പോൾ ഇങ്ങനത്തെ കവറുകളൊക്കെ എടുക്കാം കേട്ടോ. അത് ചോക്ലേറ്റിൻ്റെ, ബിസ്ക്കറ്റിൻ്റെ, അതുപോലെ ചില ഐറ്റംസൊക്കെ വരുന്ന ചായലയുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഈ ഒരു സിൽവർ കളർ കവർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു കവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളിതിങ്ങനെ മടക്കി കണ്ടോ, മടക്കി ഇപ്പോൾ ഇത്രയും ഇങ്ങനെ മടക്കി 2 മടക്ക് മടക്കി. അതിനുശേഷം ഇതിനെ വീണ്ടും അപ്പുറത്തെ സൈഡ് ഇങ്ങോട്ട് മടക്കി. നമ്മൾ ഫ്ലവറൊക്കെ കട്ട് ചെയ്യാൻ മടക്കില്ലേ, നീളത്തിൽ മടക്കി പിന്നെ വീതിയിൽ മടക്കി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പീസാക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ് കണ്ടോ. ഈ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ട് ഒരു സിക്സാഗ് ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരുപാട് വലുതാവരുത്, ചെറിയ റൗണ്ട് വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ സിക്സാഗ് ആയിട്ട് ഇടയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് അതിനെ തിരിച്ച് നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം അതിൻ്റെ ആ കോർണർ ഭാഗം ഉണ്ടല്ലോ, ആ കോർണർ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. കുറച്ച് അധികമായിട്ട് കട്ട് ചെയ്യണം കണ്ടോ. അതുപോലെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത പീസസ് ആണിത്. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളിതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഉൾഭാഗത്ത് നമുക്ക് കുറച്ച് വലിയ റൗണ്ട് വേണം കണ്ടോ, ഈ ഒരു റൗണ്ട് വേണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ ആ ഒരു കളറുള്ള ഭാഗത്ത് ഗ്ലൂ ഇടുക. നമ്മുടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ബോട്ടിൽ വേറെ ആണെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെവിക്കോൾ ഇട്ടതിന് ശേഷം നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല കളർഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സിൽവർ കളറിൻ്റെ ഭാഗത്ത് ഗ്ലൂ ഇട്ടിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് ഭംഗി കേട്ടോ. ഞാനിപ്പോൾ ബേസ് കളറൊന്നും കൊടുക്കുന്നില്ല. ഈ ഒരു ഗ്രീൻ, ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ അധികം ഗ്രീൻ, ബ്ലൂ അങ്ങനെയൊക്കെയല്ലേ വരിക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ബേസ് കളർ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് ബേസ് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. നമ്മൾ അവിടെ എവിടെയായിട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തു. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് ഹോളാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഹോളിൻ്റെ ഉള്ളിലാണ് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും, ഒരു വെറൈറ്റി ലുക്ക് കിട്ടും. ഞാൻ വൈറ്റ് ആണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും ഉള്ളിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അതിൻ്റെ ഉള്ളിൽ കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു പെയിൻറ്റിൻ്റെ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ പെയിൻറ്റിൽ മുക്കിയിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ സിൽവർ കളറിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ഡോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഹൈലൈറ്റ് ചെയ്ത് കാണും നമ്മുടെ ആ ഒരു സിൽവർ കളർ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു വൈറ്റ് കളറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് ശരിക്കും കാണാനാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കളർഫുള്ളായിട്ടുള്ള ഫെയറി ലൈറ്റ്സ് ഇട്ടിട്ട് നമുക്കിങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ നൈറ്റിലൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല, ഞാൻ ഫോട്ടോ കാണിക്കാം കണ്ടോ. ഇതുപോലെ നമുക്ക് മണി പ്ലാന്റ്, വെള്ളമൊഴിച്ച് മണി പ്ലാന്റ് വെക്കുകയോ അതല്ലെങ്കിൽ നമ്മളുടെ ഫ്ലവർ വേസ് പോലെ നമുക്ക് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് നല്ല രസമാണ് കാണാൻ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അധികം പെയിൻ്റ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന പിക്ചേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ ഫേസ്ബുക്ക് ഐഡിയിലോ അയച്ചു തരാം കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു ഓൾ.